ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം കുംഭഭരണിയൊക്കെ ആകുമ്പോൾ എല്ലാ വീടുകളിലും ഉണ്ടാക്കുന്നൊരു വിഭവമാണ് കൊഞ്ചും മാങ്ങ. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയാലോ ഒന്ന്. അതിനാവശ്യമുള്ള സാധനങ്ങളാണ് പടവലങ്ങ, ചക്കക്കുരു, മുരിങ്ങയ്ക്ക, പിന്നെ മാങ്ങ, ഒരുപാട് പുളിയില്ലാത്ത മാങ്ങ, പിന്നെ ചക്കക്കുരു. ഇത്രയും കൂടിയാണ് ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ പച്ചക്കറിയായിട്ട്. അന്നേരം ചക്കക്കുരു നല്ല ചെറിയായിട്ട് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കുക. പിന്നെ മാങ്ങായ, മുരിങ്ങയ്ക്ക, പടവലങ്ങ, ഇതൊക്കെ നല്ല ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കണം. അത് നമുക്കെല്ലാം മുറിച്ച് കഴുകി വാരി എല്ലാം റെഡിയാക്കാം. മാങ്ങ ഈ ഒരു രീതിയിലാണ് മുറിച്ചെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇതെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഉണക്ക കൊഞ്ച് നന്നായിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നല്ല റെഡ് കളർ ആവുന്നത് നന്നായിട്ട് മൂത്തുന്ന അതിനൊരു മണം വരും. അത്ര പോലൊക്കെ നമുക്കൊന്ന് ഇത് മൂപ്പിച്ചെടുക്കാം. അത് നന്നായിട്ട് വെളിച്ചെണ്ണ അങ്ങനെ കാര്യങ്ങളൊന്നും കൊടുക്കണ്ട. അത് പതുക്കെ ഇരുന്നാവട്ടെ, ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. പിന്നെ നമുക്ക് ഇതിനുള്ള കൂട്ടുണ്ടല്ലോ, അത് റെഡിയാക്കാം. കുറച്ച് തേങ്ങ, ആവശ്യത്തിന് തേങ്ങ എടുക്കണം. പിന്നെ ചെറിയ ഉള്ളി, പിന്നെ ഇതിന് പച്ചമുളക് ചേർക്കത്തില്ല, മുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പം എരിക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതനുസരിച്ച് മുളക് പൊടി ചേർക്കണം. വളരെ കുറച്ചൊരു 1/4 സ്പൂണ് മല്ലിപ്പൊടി ചേർക്കണം. അത് ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ അത് ശരിയാകത്തില്ല. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് നമുക്ക് മിക്സിയിലൊന്ന് ചതച്ചെടുക്കണം. ഒരവിയലിനൊക്കെ ആ ഒരു രീതിയിൽ ഒന്ന് ചതച്ചെടുക്കാവുള്ളൂ. അത് നമുക്ക് ആ മിക്സിയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ബാക്കിയുള്ളതും നമുക്ക് ഒന്ന് ചതച്ചെടുക്കാം. ഇതെല്ലാം നന്നായിട്ട് ചതച്ചിട്ട് നമുക്ക് ആ മിക്സിയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കൈ കൊണ്ട് മിക്സ് ചെയ്യണം. അതാണ് അതിൻ്റെ ഒരു രീതി. അപ്പോഴത്തേക്ക് നമ്മുടെ കൊഞ്ചൊക്കെ റെഡി ആയിട്ടുണ്ട്. അന്നേരം നന്നായിട്ട് പാറ്റിയെടുക്കണം. കൊഞ്ചൊക്കെ ഇതായിട്ട് നന്നായിട്ട് ചെറിയ ചൂടോടുകൂടി വേണം പാറ്റിയിട്ട് ഇതുപോലൊക്കെ പൊടിക്കേണ്ടത്. നന്നായിട്ടൊന്ന് ഇതാക്കി കഴിയുമ്പോൾ 2-3 കഷ്ണങ്ങളായി മാറും. അതുപോലൊക്കെ എടുക്കണം. അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അന്നേരം ശ്രദ്ധിക്കേണ്ട, ചെറിയ ചൂടോടുകൂടി വേണം നമുക്കിങ്ങനെ ആ ഒരു ഇതുകൊണ്ട് റെഡിയാക്കി എടുക്കേണ്ടത്. അല്ലെങ്കിൽ ചെറിയ എന്താണെന്ന് വെച്ചാൽ അതുകൊണ്ട് എടുത്താലും മതി. പിന്നെ നമുക്ക് നന്നായിട്ട് പാറ്റിയിട്ട് അത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. കഴുകിയിട്ട് നമുക്ക് ആ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ചിലപ്പം കല്ലോ എന്തെങ്കിലുമൊക്കെ കാണാൻ ചാൻസ് ഉണ്ട്. നമുക്കപ്പം നന്നായിട്ട് അത് കഴുകി അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത്. കല്ലുപ്പും കൂടെ ഇട്ടിട്ട് നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. അപ്പം തേങ്ങയുടെ അതെല്ലാം നന്നായിട്ട് പച്ചക്കറിയിലൊക്കെ ഒട്ടക്കറിയിൽ നന്നായിട്ടത് മിക്സ് ചെയ്തിട്ട് വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിക്കണം. നന്നായിട്ട് നമ്മളത് മിക്സ് ആക്കിയിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്തിട്ട് നമുക്ക് ഗ്യാസിലോ അടുപ്പിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതെടുത്ത് വെക്കാം. അപ്പം ചട്ടിയിലായതുകൊണ്ട് നന്നായിട്ട് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അന്നേരം തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീ കുറച്ച് വെക്കണം. പിന്നെ ചട്ടി ആയതുകൊണ്ട് ചിലപ്പം അടുക്കി പിടിക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് അതിൻ്റെ സെൻറ്ററിലേക്ക് ശകലം വെളിച്ചെണ്ണ കൊടുത്തിട്ട് സ്പൂണും കൊണ്ട് ഇതാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് അടുക്കി പിടിക്കത്തില്ല. ഇത് ഞങ്ങളുടെ അമ്മാവിയുടെ ട്രിക്കാണിത്. പഴയ ആൾക്കാർക്കൊക്കെ നന്നായിട്ട് കുക്ക് ചെയ്യാനും അറിയാം. അവർക്കൊക്കെ ഇങ്ങനെ ടിപ്പൊക്കെ അറിയാമല്ലോ. പിന്നെ നമുക്ക് തീയൊക്കെ കുറച്ച് വെച്ച് ഇതിപ്പം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പം ഇത് ട്രൈ ചെയ്യാത്തവരെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ